Medieval India, Concept of Kingship and Nature of Administration അഥവാ മധ്യകാല ഇന്ത്യ രാജ്യസങ്കല്പവും ഭരണരീതിയും എന്ന ചാപ്റ്ററാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതിൽ പറയുന്നത് ദൈവത്തിന്റെ ഗോഡിന്റെ ഭൂമിയിലുള്ള പ്രതിനിധിയാണ് രാജാവ്. കിങ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിലുള്ള പ്രതിനിധിയാണെന്നും അതുപോലെ തന്നെ ഗോഡിനെ പോലെ തന്നെ സമാനതകളില്ലാത്ത പവറാണ് കിങ്ങിനുള്ളതെന്നും അതുപോലെ തന്നെ കോർട്ടിനകത്ത് ഡിഗ്നിറ്റിയും ഡിസിപ്ലിനും അതായത് അച്ചടക്കവും കുലീനതയും ആവശ്യമാണെന്നും ലോഫിംഗ് ആൻഡ് സ്മൈലിംഗ് മൂഡ്സ് അതായത് ചിരിക്കുക, അതായത് നേരം പോക്ക് നടത്തുക, ഇങ്ങനെയുള്ള ഒന്നും നോബിൾസിന് പോലും കോർട്ടില് അനുവദനീയമല്ലെന്നും പ്രിൻസസും അതുപോലെ തന്നെ ചീഫ് ടൈൻസും അതായത് രാജകുമാരന്മാരും സമാന്തരും കിങ്ങിന് മുന്നില് ഭവ്യതയോടെ നിൽക്കണം. കോർട്ടിന് ഉള്ളിലുള്ളവരെ സ്പെഷ്യൽ ഡ്രസ്സ് ധരിച്ചിട്ടാണ് നിൽക്കേണ്ടതെന്നും പ്രൈം മിനിസ്റ്ററിനല്ലാതെ മറ്റാർക്കും തന്നെ സുൽത്താനോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ള അനുവാദമില്ല എന്നും പിന്നെ പറയുന്നത് ആയുധമേന്തിയ സൈനികര് സുൽത്താനെ എല്ലായിടത്തും സേവിക്കണമെന്നും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള സിയാവുദ്ദീൻ ബറാനിയാണ്. നമ്മള് ഈ ഒരു ബോക്സ് വായിച്ചു കഴിഞ്ഞു. അതിൽ എന്തിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. CE 1206 മുതൽ 5026 വരെ ഡൽഹി റൂള് ചെയ്തിരുന്നത് സൽത്തനത്ത് അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഡൈനസ്റ്റി ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? CE 1206 മുതൽ 5026 വരെ റൂള് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഭരണം നടത്തിയിരുന്നത്. ഇത് നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇനി നോക്കുക, ആ കാലത്ത് 5 ഡൈനസ്റ്റീസ് 5 രാജവംശങ്ങളാണ് റൂള് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഭരണം നടത്തിയിരുന്നത്. ആ 5 ഡൈനസ്റ്റികളാണ്: ഒന്ന് മംലൂക്ക് ഡൈനസ്റ്റി, സെക്കൻഡ് ഖൽജി ഡൈനസ്റ്റി, തേർഡ് തുഗ്ലക് ഡൈനസ്റ്റി, ഫോർത്ത് സയ്യിദ് ഡൈനസ്റ്റി. ഏതൊക്കെയായിരുന്നു? മംലൂക്ക് രാജവംശം, ഖൽജി രാജവംശം, തുഗ്ലക് രാജവംശം, ദെൻ സയ്യിദ് രാജവംശം. ഇതില് മംലൂക്ക് അഥവാ അടിമവംശം, മംലൂക്ക് വംശമാണ് അടിമവംശം എന്നറിയപ്പെടുന്നത്. സ്ലേവ് ഡൈനസ്റ്റി അല്ലെങ്കിൽ മംലൂക്ക് ഡൈനസ്റ്റി. ഈ ഡൈനസ്റ്റിയിലെ ഇമ്പോർട്ടന്റ് റൂളർ ആയിട്ടുള്ള ബാൽബന്റെ കിങ്ഷിപ്പിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ രാജഭരണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് സിയാവുദ്ദീൻ ബറാനി താരിഖ്-ഇ-ഫിറാഷി ഷാ എന്ന പുസ്തകത്തിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബോക്സിൽ പറയുന്നത് ആരെ കുറിച്ചാണ്? മംലൂക്ക് ഓർ സ്ലേവ് ഡൈനസ്റ്റിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂളർ ആയിട്ടുള്ള ബാൽബന്റെ രാജാധികാരത്തെ കുറിച്ചാണ് ഇതില് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സുൽത്താനേറ്റ് ഡൈനസ്റ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ രാജഭരണ രീതി എങ്ങനെയായിരുന്നു നോക്കാം. സുൽത്താൻമാര് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സെൻട്രലൈസ്ഡ് റൂളായിരുന്നു. സെൻട്രലൈസ്ഡ് റൂള് അഥവാ കേന്ദ്രീകൃത ഭരണരീതിയാണ് സുൽത്താൻമാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കിയിരുന്നത്. എന്താ പറഞ്ഞത്? ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സെൻട്രലൈസ്ഡ് റൂളായിരുന്നു അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണ രീതിയായിരുന്നു. സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ സൽത്തനത്ത് ഭരണത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ഇൻഫ്ലുവൻസ് ഓഫ് തുർക്കിഷ് ട്രഡീഷൻ.
തുർക്കി പാരമ്പര്യത്തിന്റെ സ്വാധീനം. തുർക്കിഷ് ട്രഡീഷന്റെ ഇൻഫ്ലുവൻസ് ആർക്കുണ്ടായിരുന്നു? സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷനില് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇൻഫ്ലുവൻസ് ഓഫ് തുർക്കിഷ് ട്രഡീഷൻ. സെക്കൻഡ്, ദ സുൽത്താൻ വാസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി. The Sultan was the head of administration, military and judiciary. ഇവിടെ പറയുന്നത് ഭരണത്തിന്റെയും അതായത് അഡ്മിനിസ്ട്രേഷന്റെയും മിലിറ്ററി സൈന്യത്തിന്റെയും ജുഡീഷ്യറി നീതിന്യായത്തിന്റെയും ഒക്കെ ഹെഡ് ആരായിരുന്നു? സുൽത്താൻ ആയിരുന്നു. ഈ മൂന്ന് കാര്യത്തിന്റെയും ജുഡീഷ്യറിയുടെയും മിലിറ്ററിയുടെയും അഡ്മിനിസ്ട്രേഷന്റെയും ഒക്കെ ഹെഡ് സുൽത്താൻ ആയിരുന്നു. ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, there were different ministers and officers to assist the king in administration. എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളില് ഭരണകാര്യങ്ങളിൽ രാജാവിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഡിഫറെന്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ആരൊക്കെ ഉണ്ടായിട്ടുണ്ട്? മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കിങ്ങിനെ അഡ്മിനിസ്ട്രേഷനില് അസിസ്റ്റ് ചെയ്യുന്നതിന് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഫോർത്ത് പോയിന്റ്, ആൻ എക്സാക്ട് ലോ ഓഫ് സക്സഷൻ വാസ് അബ്സെന്റ്. കൃത്യമായിട്ടുള്ള പിന്തുടർച്ചാ നിയമം ആർക്കുണ്ടായിട്ടില്ല? സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിട്ടില്ല. എന്തുണ്ടായിട്ടില്ല? സക്സഷൻ വാസ് ലോ ഓഫ് സക്സഷൻ, പിന്തുടർച്ച നിയമം ആർക്കുണ്ടായിട്ടില്ല? സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിട്ടില്ല. ഫിഫ്ത് പോയിന്റ്, ദ ലീഡർഷിപ്പ് ഓഫ് ദ കാലിഫേറ്റ് ഓഫ് ബഗ്ദാദ് വാസ് ആക്സെപ്റ്റഡ്. ബഗ്ദാദിലെ ഖലീഫമാരുടെ നേതൃത്വം അംഗീകരിച്ചു. സുൽത്താനേറ്റ് ഡൈനസ്റ്റിയില് ബഗ്ദാദിലെ കാലിഫേറ്റ് അഥവാ ഖലീഫമാരുടെ ലീഡർഷിപ്പ് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിക്സ്ത് പോയിന്റ്, എ സ്ട്രോങ് ആർമി വാസ് മെയിൻറ്റെയിൻ ടു ഡിഫെൻഡ് ദ കൺട്രി ഫ്രം ദ ത്രെറ്റ് ഓഫ് ഇൻവാഷൻ ആൻഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് എംപയർ. എന്താ പറയുന്നത്? സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷനില് ദ ട്രീറ്റ് ഓഫ് ഇൻവെൻഷൻ ആൻഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് എംപയർ എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും അക്രമ ഭീഷണി ചെറുക്കുന്നതിനും ഇവരെന്ത് ചെയ്തു? ഒരു സ്ട്രോങ് ആർമിനെ മെയിൻറ്റെയിൻ ചെയ്തു. ശക്തമായിട്ടുള്ള സൈന്യത്തെ തന്നെ ഇവര് നിലനിർത്തിക്കൊണ്ടുപോയി. എന്താ പറഞ്ഞത്? കൺട്രി ഫ്രം ദ ട്രീറ്റ് ഓഫ് ഇൻവെൻഷന്, രാജ്യത്തിന് അക്രമ ഭീഷണികളിൽ നിന്ന് ചെറുക്കുന്നതിനും രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും, എന്താണ് ഇൻവാൻഷൻ? വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആർമിനെ തന്നെ ഇവര് മെയിൻറ്റെയിൻ ചെയ്തു അഥവാ നിലനിർത്തി. നെക്സ്റ്റ് സെവൻത് പോയിന്റ്, ദ വാസ്റ്റ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് റീജിയൻ ഫ്രം ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷന്. ഭരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷന്, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് വിശാലമായ ഇവരുടെ കൺട്രിയെ, രാജ്യത്തെ അവരെന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്തു. എങ്ങനെ? ഇൻ ടു ഡിഫറെന്റ് റീജിയന്. ഭരണ സൗകര്യത്തിനായിട്ട് വിശാലമായ രാജ്യത്തെ വിവിധ ഭാഗങ്ങളായിട്ട്, റീജിയനുകളായിട്ട് ഇവര് ഡിവൈഡ് ചെയ്തു അല്ലെങ്കിൽ വിഭജിച്ചു. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, റീജിയണൽ ലോസ് പ്രിവെയിൽഡ് അറ്റ് ദ വില്ലേജ് ലെവല്. വില്ലേജ് ലെവൽ അഥവാ ഗ്രാമതലത്തിൽ പ്രാദേശിക നിയമങ്ങളാണ് നിലനിന്നിരുന്നത്. റീജിയണൽ ലെവൽ പ്രിവെയിൽഡ് അറ്റ് ദ വില്ലേജ് ലെവൽ. റീജിയണൽ ലോസ് പ്രിവെയിൽഡ് അറ്റ് ദ വില്ലേജ് ലെവൽ. എന്താണ്? ഗ്രാമ തലത്തിൽ പ്രാദേശിക നിയമങ്ങളാണ് നിലനിന്നിരുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ സൽത്തനത്ത് ഭരണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്
അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സുൽത്താനേറ്റ് ഡൈനസ്റ്റിയിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ ഫീച്ചേഴ്സ് ആണ് അല്ലെ. അതായത് കേന്ദ്രീകൃത ഭരണത്തിന്റെ സവിശേഷതകളാണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ പ്രാദേശിക ഭരണം എങ്ങനെയായിരുന്നു എന്നുകൂടി നോക്കാം. അതായത് സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷനിലെ തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന് എങ്ങനെയായിരുന്നു എന്നുകൂടി നോക്കാം. ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ the empire was divided into provinces, sheikh and parganas and villages. എന്താ പറയുന്നത്? ഭരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മള് നേരത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, അഡ്മിനിസ്ട്രേഷന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വാസ്റ്റ് കൺട്രീനെ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് റീജിയന്, ചെറിയ പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു, വിഭജിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ പറയുന്ന കാര്യം എന്താണ്, അഡ്മിനിസ്ട്രേഷന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ദ എംപയർ വാസ് ഡിവൈഡഡ്, ഇവരുടെ സാമ്രാജ്യത്തെ നാലാക്കിയിട്ട് ഇവര് ഡിവൈഡ് ചെയ്യാണ്. ഏതൊക്കെയാണ്? പ്രൊവിൻസസ് അഥവാ പ്രവിശ്യകൾ, ഷിക്സ് അഥവാ ഷിക്കുകൾ, പാർഗാനാസ് ആൻഡ് വില്ലേജസ്, പാർഗാനകൾ ആൻഡ് വില്ലേജസ് അഥവാ ഗ്രാമങ്ങൾ എന്നിങ്ങനെ നാലായിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ എംപയറിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് പോയിന്റ്. ഇനി നോക്കുക, പിന്നീട് പറയുന്നത് ഓരോ ഡിവിഷനിലേക്കും സെപ്പറേറ്റ് ഓഫീസേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വിഭാഗത്തിലേക്കും പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് ഓഫീസേഴ്സ് വെർ അപ്പോയിന്റഡ് ഫോർ ഈച്ച് ഡിവിഷൻ. ദെൻ ഇവരുടെ അതോറിറ്റി എന്ന് പറയുന്നത് നോട്ട് ഹെറിഡിറ്ററി, എന്തായിരുന്നില്ല, പാരമ്പര്യമായിട്ടുള്ള രീതിയായിരുന്നില്ല അവരുടെ അധികാരം എന്ന് പറയുന്നത്. ദെയർ അതോറിറ്റി വാസ് നോട്ട് ഹെറിഡിറ്ററി. അവരുടെ അധികാരം എന്ന് പറയുന്നത്, അതോറിറ്റി എന്തിന്റെ ബേസിലായിരുന്നില്ല, പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ഹെറിഡിറ്ററിയുടെ ബേസിൽ ആയിരുന്നില്ല. ഇനി നോക്കുക, നമ്മൾ പറഞ്ഞു ഓരോ ഡിവിഷനിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഓഫീസേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഈ ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതായിരുന്നു മെയിൻ്റെനൻസ് ഓഫ് ലോസ് ആൻഡ് ഓർഡേഴ്സ്, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, കളക്ഷൻ ഓഫ് ടാക്സസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി ആർമി. എന്തൊക്കെയായിരുന്നു നോക്കുക, മെയിൻ്റെനൻസ് ഓഫ് ദ ലോ, ക്രമസമാധാനം പാലിക്കുക. പിന്നെ എന്തായിരുന്നു, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, നീതിന്യായ നിർവഹണം നടത്തുക, കളക്ഷൻ ഓഫ് ടാക്സസ്, ഭൂനികുതി പിരിക്കുക, ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി ആർമി, സൈനിക സംഘാടനം. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയിൽ പെട്ടതായിരുന്നു, ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതായിരുന്നു. മെയിൻ്റെനൻസ് ഓഫ് ദ ലോസ് ആൻഡ് ഓർഡേഴ്സ്, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, കളക്ഷൻ ഓഫ് ടാക്സസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ആർമി. ഇവ ആരുടെ ഡ്യൂട്ടിയിൽ പെട്ടതായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്, ഓഫീസേഴ്സിന്റെ, സെപ്പറേറ്റ് ഓഫീസേഴ്സിനെ ഓരോ ഡിവിഷനിലേക്കും അപ്പോയിന്റ് ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്ത ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടി ആയിരുന്നു ഇവയൊക്കെ. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓഫീസേഴ്സ് സുൽത്താന്റെ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നു, സുൽത്താന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെ ആയിരുന്നു ആരുണ്ടായിരുന്നത്, ഈ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നത്. പിന്നെ വില്ലേജ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തില് സുൽത്താന് ഡിഡ് നോട്ട് ഡയറക്റ്റ്ലി ഇന്റർവെൻസ്, സുൽത്താൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഇടപെടാറുണ്ടായിരുന്നില്ല. വില്ലേജ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ മാത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സുൽത്താന് നേരിട്ടുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നില്ല, സുൽത്താന് നേരിട്ട് ഇടപെടാറുണ്ടായിരുന്നില്ല. ഓക്കെ,
നോട്ട് ഡയറക്റ്റ്ലി ഇന്റർവെൻസ്, നേരിട്ട് ഇടപെടാറുണ്ടായിരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് സുൽത്താനേറ്റ് ഡൈനസ്റ്റിയിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ നിലനിന്നിരുന്നത്.